അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പിക്ക് ആവശ്യമുള്ളവരാണ് ഇവർ. അപ്പോൾ എന്താണ് നമ്മുടെ ഓണിയൻ, അതേമാതിരി തന്നെ ഗാർലിക്, ജിഞ്ചർ, പിന്നെ ചില്ലി, കൊറിയാണ്ടർ ലീവ്സ് ഒക്കെ വേണം കേട്ടോ. എന്താ പറയുക, നമ്മുടെ ചിക്കനും മല്ലിയിലയും വെളുത്തുള്ളിയും ഒക്കെ വേണം. അപ്പോൾ നമ്മുടെ ചിക്കൻ വേണമെന്ന് നിർബന്ധമില്ല കേട്ടോ, നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ ചേർത്താൽ മതി, ഇല്ലെങ്കിലും നമുക്കിത് ട്രൈ ചെയ്യാം. പിന്നെ കിഴങ്ങ് ഇവിടെ പുഴുങ്ങി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ചൂടാറാനായിട്ടൊരു ട്രേയിലേക്ക് ഇങ്ങനെ വെച്ചതാണ്, നമ്മൾ മിക്സിയിൽ അടിക്കാനുള്ളതല്ലേ. അപ്പം ഇനി അടുത്ത പരിപാടി എന്താ നോക്കുക. അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കിഴങ്ങ് ഇട്ട് കൊടുക്കുകയാണ് മിക്സിയുടെ ജാറിലേക്ക്. അപ്പോൾ നമ്മളൊരു 4 കിഴങ്ങ് വലുത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കിഴങ്ങൊക്കെ നമുക്ക് എത്ര വേണം അതിനനുസരിച്ച് എടുക്കാം. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇടാം. അപ്പോൾ ആദ്യം നമ്മുടെ ഈ ഒരു കിഴങ്ങ് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക കേട്ടോ. നല്ലോണം അരഞ്ഞ് പേസ്റ്റ് ആവണ്ട, ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. അപ്പോൾ ഇനി കറക്കിയെടുത്തിട്ട് കാണിക്കാം കേട്ടോ. നമ്മൾ ഉരുളൻകിഴങ്ങും ചിക്കനും കൂടിയിട്ടാണ് കേട്ടോ ആദ്യം അരച്ചെടുക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക വേണ്ടോ, കറക്കിയെടുത്തിട്ട് അങ്ങോട്ട് കാണിക്കാം. കറക്കിക്കോ. അയ്യോ. അപ്പോൾ നമ്മൾ കുറച്ചായിട്ട് അങ്ങനെ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മുടെ ഓണിയനും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സംഭവങ്ങളും പിന്നെ നമ്മുടെ പൊടികൾ ആയിട്ടുള്ള മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ. മുളക് പൊടി 1 ടീസ്പൂൺ. മുളക് നമ്മൾ ഇട്ടുള്ളതുകൊണ്ട് അധികം മുളക് പൊടി ഒന്നുമില്ല. പിന്നെ നമ്മുടെ ജീരകപ്പൊടി, പിന്നെ മല്ലിപ്പൊടി വേണമെങ്കിൽ ചേർക്കാം. നമ്മൾ മല്ലിയില ചേർക്കുന്നതുകൊണ്ട് മല്ലിപ്പൊടി ചേർക്കുന്നില്ല എന്ന് മാത്രം. ഇനി ഇത്തിരി കുരുമുളക് ഇടുന്നുണ്ട് കേട്ടോ. ഇനി ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പ് നമ്മുടെ ചിക്കനിൽ ഉണ്ടെങ്കിലും ഇതിൽ കുറച്ച് കുറവായതുകൊണ്ട് നമ്മൾ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ അരച്ചെടുത്തിട്ട് കാണിക്കാം. ഇങ്ങനെ അരച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ട്രേയിലേക്ക്, നമുക്ക് മിക്സ് ചെയ്യാൻ ഏതൊരു പാത്രത്തേക്കാണ് എളുപ്പം അതിലേക്ക് മാറ്റാം. ഇപ്പം നമ്മൾ ഉരുളൻകിഴങ്ങൊക്കെ അരച്ചിട്ട പാത്രം തന്നെയാണ്, ട്രേ ആണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് കോൺഫ്ലവർ അല്ലെങ്കിൽ അരിപ്പൊടിയോ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന്, ഇത് ഇത്തിരി കുറച്ച് ലൂസായിട്ടല്ല ഇരിക്കുന്നത്, കുറച്ചൊരു കട്ടിയുള്ള പരുവത്തിലേക്ക് ആക്കണം. നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. മൈദയും ഏതാണെന്ന് ചേർക്കാം കേട്ടോ. നമുക്ക് അരിപ്പൊടിയാണ് കുറച്ചുകൂടെ ഹെൽത്തി. അതുകൊണ്ട് നമ്മൾ അരിപ്പൊടി എടുത്തിരിക്കുന്നു. ഒന്ന് ജസ്റ്റ് കുഴച്ചെടുത്തിട്ട് കാണിക്കാം. അപ്പം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബോളാക്കി നമ്മുടെ ഒരു വട ഉണ്ടാക്കുമ്പോൾ ആ വടയുടെ ഒരു ഷേപ്പില്ലേ, നമ്മുടെ ഡോണറ്റിൻ്റെ ഷേപ്പ്, അതിലേക്ക് ആക്കിയെടുക്കുകയാണ് വേണ്ടത്. എന്നിട്ട് നമുക്ക് ഡോണറ്റിൻ്റെ ഷേപ്പ് ആക്കിയതിന് ശേഷം ഒരു 10-15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കുക. ഒരു അരമണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു 15 മിനിറ്റാണ് വെക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഇതാക്കിയതിന് ശേഷം കാണിക്കാം കേട്ടോ, കാരണം നമ്മൾ കൈ കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് ഇനി ഡോണറ്റിൻ്റെ ഷേപ്പ് ആക്കിയതിന് ശേഷം ഫ്രീസ് ചെയ്ത് വെച്ചതിന് ശേഷം കാണിച്ചു തരാം. നമ്മുടെ മീനു ഇത് ഡോണറ്റ് ഉണ്ടാക്കി ഇതിവിടെ വയ്ക്കുന്നു. കണ്ട എണ്ണ വെക്കുമ്പോൾ നമ്മുടെ കൈമാവില്ല, ക്ലീനാണ് കേട്ടോ. അപ്പോൾ അതേ അങ്ങനെ പുരട്ടി ഉണ്ടാക്കി എടുത്ത് കാണാം. അപ്പോൾ നമ്മൾ ഡോണറ്റിൻ്റെ ഷേപ്പിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ബട്ടർ പേപ്പറിലാണ് കേട്ടോ വെച്ചിരിക്കണത്, അല്ലെങ്കിൽ നമുക്കൊരു കവർ ചെറിയ ഇതാക്കിയിട്ട് കീഴെടുത്താലും മതി. അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞൻ ഡോണറ്റ് കേട്ടോ. അപ്പോൾ ഇനി നമുക്കൊരു 15 മിനിറ്റ് ഫ്രീസറിൽ വയ്ക്കുമ്പോൾ കുറച്ച് ഹാർഡായി കിട്ടും. അപ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ കുറച്ചും കൂടെ ഈസി ആയിരിക്കും കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഒന്ന് ഫ്രീസറിൽ വെച്ചെടുക്കാം. അപ്പോൾ ഫ്രീസറിൽ വെച്ചിട്ട് കണ്ട ഒന്ന് ഉറച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ബ്രെഡ് ക്രംസും അതേമാതിരി തന്നെ മുട്ടയാണ്. 2 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൽ മുക്കുക, ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്യുക. കുറച്ച് ഹാർഡായിട്ടുള്ളതാണെങ്കിൽ കുഴപ്പമില്ല. ഹാർഡായിട്ടുള്ള ബ്രെഡ് ക്രംസ് നമുക്കിപ്പം മേടിക്കാനൊക്കെ കിട്ടും കേട്ടോ. അതാകുമ്പോൾ കുറച്ചും കൂടെ പുറം ഭാഗമൊക്കെ ക്രിസ്പി ആയിട്ട് കിട്ടും.
വേണ്ടവർക്ക് അതും വാങ്ങിയിട്ട് അതൊന്ന് ആക്കി വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ കോട്ട് ചെയ്യുന്നു, എന്നിട്ട് ബ്രെഡ് ക്രംസിൽ ഇതാക്കിയിട്ട് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇനി നമുക്കത് ചെയ്യാം. അപ്പോൾ നമ്മൾ നമ്മുടെ ഫസ്റ്റത്തെ ട്രിപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് കോരി മാറ്റാം. അപ്പോൾ വെന്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ വേവിക്കുക കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിലിടുക, ലോയിലിടണ്ട, എന്നാൽ ഹൈയിലിടണ്ട. അപ്പോഴാണ് ഉള്ളും വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിത് ഇനി ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ കോരി മാറ്റാം. അപ്പോൾ അതാണ് കേട്ടോ നമ്മുടെ ഐറ്റം. അപ്പോൾ ഇതേപോലെയാണ് നമുക്കിനി ബാക്കിയുള്ളതൊക്കെ റോസ്റ്റ് ചെയ്ത് എണ്ണയിലിട്ടൊന്ന് പൊരിച്ചെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളത് ഇങ്ങനെ സെറ്റാക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ തീവണ്ടി ഇവിടെ പുറപ്പെടാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ടൻ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ഡിസൈനിലാക്കി 3 എണ്ണം അതിനെ ആക്കുമ്പോൾ പൊട്ടിപ്പോയി. അപ്പോൾ ഞാനത് റൗണ്ട് ഷേപ്പാക്കിയിട്ട് പിന്നെ ഡെക്കറേഷൻ ഇങ്ങനെ വെച്ചപ്പോൾ നല്ല രസമുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു ഇതാക്കി വെച്ചു. അപ്പം ഇനി നമുക്ക് അടുത്ത പരിപാടി എന്താ, ടേസ്റ്റ് ചെയ്ത് നോക്കലാണ്. അപ്പോൾ കുറച്ചല്ല കഴിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ നമ്മുടെ റെസിപ്പി ഞാനിവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ കഴിച്ച് നോക്കാം. ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല റെസിപ്പിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചിക്കൻ ഡോണറ്റ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെയുണ്ടെന്ന് പറയണേ, എന്നിട്ട് അഭിപ്രായങ്ങൾ പറയണേ. നല്ല ചൂട് ചായ. അപ്പം എന്തായാലും നമ്മുടെ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.